നമ്മൾ മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എ എന്ന് പറയുന്നത് ഒരു m/n മെട്രിക്സ്, എക്സ് എന്ന് പറയുന്നത് ആർ എന്നിലെ ഒരു വെക്ടർ. അങ്ങനെയാണെങ്കിൽ മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ ഓൺ എ is given by TA from Rn to Rm defined by W equal to TAX equal to AX. ഇങ്ങനെ നമ്മൾ ട്രാൻസ്ഫോർമേഷന്റെ ഭാഗം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ n ഈക്വൽ ടു m ആണെങ്കിൽ നമ്മൾ അതിനെ ഓപ്പറേറ്റർ എന്ന് പറയുന്നതും കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഐഗൺ വാല്യൂവിന്റെ ഡെഫിനിഷനിലേക്ക് വരുമ്പോൾ, if capital A is an n/n matrix, then a non-zero vector x in Rn is called an eigenvector of capital A അല്ലെങ്കിൽ or of the matrix operator TA if AX is a scalar multiple of x, that is AX equal to lambda x for some scalar lambda. അങ്ങനെയാണെങ്കിൽ ഈ ലാംഡേനെ പറയുന്ന പേരാണ് ഐഗൺ വാല്യൂ. ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്, ക്യാരക്ടറിസ്റ്റിക് വാല്യൂ. ഇനി AX ഈക്വൽ ടു ലാംഡ എക്സ് ആവുന്ന എക്സിനെ പറയുന്ന പേരാണ് ഐഗൺ വെക്റ്റർ കറസ്പോണ്ടിങ് ടു ലാംഡ, അല്ലെങ്കിൽ ഇതിന് വേറെ പേരുണ്ട്, ക്യാരക്ടറിസ്റ്റിക് വെക്റ്റർ. അപ്പൊ നമ്മളുടെ ഒരു n/n മെട്രിക്സ് ക്യാപിറ്റൽ A ഉണ്ട്, പിന്നെ ഒരു നോൺ സീറോ വെക്ടർ എക്സ് ഉണ്ട്, സച്ച് ദാറ്റ് AX ഈക്വൽ ടു ലാംഡ എക്സ് ഫോർ സം സ്കേലാർ ലാംഡ. അങ്ങനെയാണെങ്കിൽ ആ ലാംഡേനെ പറയുന്ന പേരാണ് ഐഗൺ വാല്യൂ ആൻഡ് ആ എക്സിനെ പറയുന്ന പേരാണ് ഐഗൺ വെക്റ്റർ. ഇനി അടുത്തത് നമുക്ക് ഈ ഐഗൺ വാല്യൂ എങ്ങനെ കാണാം എന്ന് നോക്കാം. ഐഗൺ വാല്യൂ കാണാൻ നമുക്കൊരു തിയറം ഉണ്ട്. If capital A is an n/n matrix, then lambda is an eigenvalue of capital A if and only if it satisfies the equation determinant of lambda I minus A equal to 0. ഇനി ഈ ഇക്വേഷനെ പറയുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇനി ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പോളിനോമിയലിന്റെ ഫോമാ കിട്ടുക. അതിന് പറയുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. അതായത് ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ ഐ മൈനസ് എ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു പോളിനോമിയൽ ആയിരിക്കും. അതിനെ പറയുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. അടുത്ത നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് ദി ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആൻഡ് ദി ഐഗൺ വാല്യൂസ് ഓഫ് ദി മെട്രിക്സ് A equal to -5 to 2 minus 2. ഇവിടെ നമുക്ക് ആദ്യം ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ ഐ മൈനസ് എ കാണണം. എന്നിട്ട് ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ ഐ മൈനസ് എ ഈക്വൽ ടു 0 ആവുന്ന ഇക്വേഷൻ സോൾവ് ചെയ്യണം. അപ്പൊ ആദ്യം നമുക്ക് ഈ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്തെടുക്കാം. ലാംഡ ഐ മൈനസ് എ. ലാംഡ എന്ന് പറയുന്നത് ഒരു സ്കേലാർ ആണ്, ഐ എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഇവിടെ എയുടെ സൈസ് 2/2 ആയതുകൊണ്ട് നമ്മളുടെ ഐയുടെ ഫോം വരിക 1 0 0 1. ഇനി ഒരു സ്കേലാർ ഒരു മെട്രിക്സിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ അത് എല്ലാ എലമെന്റ്സിലും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ലാംഡ ഐയുടെ വാല്യൂ ലാംഡ 0 0 ലാംഡ. ഇനി നമുക്ക്
ലാംഡ ഐ മൈനസ് എ കാണണം. ലാംഡ ഐ മൈനസ് എ ഈക്വൽ ടു ലാംഡ 0 0 ലാംഡ മൈനസ് നമ്മളുടെ ക്വസ്റ്റ്യൻ -5 2 2 -2. അപ്പോൾ ഡിഫറൻസ് ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സിന്റെ ഡിഫറൻസ് കാണണം. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ലാംഡ മൈനസ് -5 ലാംഡ പ്ലസ് 5 0 -2 -2 0 -2 -2 ലാംഡ -2 ലാംഡ പ്ലസ് 2. അപ്പോൾ ഇതാണ് നമ്മളുടെ ലാംഡ ഐ മൈനസ് എ എന്ന മെട്രിക്സ്. അപ്പോൾ ഇനി നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ ഐ മൈനസ് എ, അതായത് ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ പ്ലസ് 5 -2 -2 ലാംഡ പ്ലസ് 2. ഇതിപ്പോൾ ഡിറ്റർമിനന്റ് ആണ്, അപ്പോൾ നമുക്ക് ഈ ഷേപ്പാണ് ഫോളോ ചെയ്യേണ്ടത്. ദിസ് ഇസ് ഈക്വൽ ടു ലാംഡ പ്ലസ് 5 ഇൻറ്റു ലാംഡ പ്ലസ് 2 കണക്റ്റിംഗ് സൈൻ -2 ഇൻറ്റു -2 ഈക്വൽ ടു ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ലാംഡ സ്ക്വയർ പ്ലസ് 2 ലാംഡ പ്ലസ് 5 ലാംഡ പ്ലസ് 10 മൈനസ് -2 ഇൻറ്റു -2 4 എന്ന് വരും. ഈ രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്യാൻ ആദ്യം ലാംഡ ഇൻറ്റു ലാംഡ ചെയ്യാം, പിന്നെ ലാംഡ ഇൻറ്റു 2 ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 ഇൻറ്റു ലാംഡ ചെയ്യാം, പിന്നെ 5 ഇൻറ്റു 2 ചെയ്യാം. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ലാംഡ സ്ക്വയർ പ്ലസ് 7 ലാംഡ പ്ലസ് 6. അപ്പോൾ ഇതായിരിക്കും നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. ഇനി നമുക്ക് ഐഗൺ വാല്യൂസ് ആണ് കാണേണ്ടത്. ഐഗൺ വാല്യൂസ് എന്ന് വെച്ചാൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻസ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ ഐ മൈനസ് എ ഈക്വൽ ടു 0, ദാറ്റ് ഇസ് ലാംഡ സ്ക്വയർ പ്ലസ് 7 ലാംഡ പ്ലസ് 6 ഈക്വൽ ടു 0. ഇതിനെ നമുക്ക് ഒന്നെങ്കിൽ സമ്മും പ്രൊഡക്റ്റ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യണ പോലെ -b പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ -4ac/2a ഇത് വെച്ചിട്ടും വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ലാംഡ ഈക്വൽ ടു -b, അപ്പോൾ -7 പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് 7 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 into 6 divided by 2 into 1, which is equal to -7 plus or minus root of 49 minus 24 divided by 2. This is equal to -7 plus or minus root of 25 divided by 2 equal to -7 plus or minus 5 divided by 2, which is equal to -7 plus 5 by 2 or -7 minus 5 by 2. Therefore, lambda equal to -1 or -6. -1ഉം -6ഉം ആയിരിക്കും നമ്മളുടെ ഐഗൺ വാല്യൂസ്. ഇവിടെ നമ്മളപ്പോൾ എയുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലും ഐഗൺ വാല്യൂസും കണ്ടു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് എ ഇൻവേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലും ഐഗൺ വാല്യൂസും എന്താ വരാന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സ് -5 2 2 -2. അപ്പോൾ ഇതിന്റെ അഡ്ജോയിന്റ് ഓഫ് എ മെയിൻ ഡയഗണലിലത്തെ എലമെന്റ്സിനെ സ്വിച്ച് ചെയ്യുക, ബാക്കിയുള്ളതിനെ ഒരു നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുക. ഇനി ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് -5 into -2 minus 2 into 2 equal to 10 minus 4 equal to 6. Therefore, A inverse equal to
adjoint A by determinant A equal to -2 minus 2 minus 2 minus 5 divided by 6 equal to minus 2 by 6 minus 2 by 6 minus 2 by 6 minus 5 by 6. ഇനി നമുക്ക് എ ഇൻവേഴ്സിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലും അതിന്റെ ഐഗൺ വാല്യൂസ് ആണ് കാണേണ്ടത്. അപ്പൊ നമുക്ക് ഡിറ്റർമിനന്റ് ലാംഡ ഐ മൈനസ് എ ഇൻവേഴ്സ് ഇതാണ് കാണേണ്ടത്. 2 by 6 2 by 6. This is equal to lambda plus 2 by 6 into lambda plus 5 by 6 minus 2 by 6 into 2 by 6 equal to lambda square plus 5 by 6 lambda plus 2 by 6 lambda plus 10 by 6 minus 4 by 6 equal to lambda square plus 7 by 6 lambda plus 1. അപ്പോൾ ഇതാണ് നമ്മളുടെ എ ഇൻവേഴ്സിനോട് കറസ്പോണ്ട് ചെയ്തിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. ഇനി നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യണം, എന്നിട്ട് ഐഗൺ വാല്യൂസ് കാണണം. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ ഐ മൈനസ് എ ഇൻവേഴ്സ് ഈക്വൽ ടു 0. This implies lambda square plus 7 by 6 lambda plus 1 equal to 0. Throughout 6 കൊണ്ട് multiply ചെയ്യുക, which implies 6 lambda square plus 7 lambda plus 1 equal to 0. So therefore, lambda equal to minus b plus or minus root of b square minus 4ac divided by 2a. This is equal to minus 7 plus or minus 5 by 12 equal to minus 7 plus 5 by 12 or minus 7 minus 5 by 12. That is lambda equal to minus 1 by 6 or minus 1. ഇനി അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കി നോക്കാം. ഐഗൺ വാല്യൂസ് ഫോർ എ അത് -1ഉം 6ഉം ആയിരുന്നു. ഇനി ഐഗൺ വാല്യൂസ് ഫോർ എ ഇൻവേഴ്സ് ഇതെന്ന് പറയുന്നത് -1ഉം -1 by 6ഉം ആയിരുന്നു. അപ്പോൾ -1ന്റെ റെസിപ്രോക്കൽ -6ന്റെ റെസിപ്രോക്കൽ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പറയാം, if lambda is an eigenvalue of capital A, then lambda raised to -1, which is equal to 1 by lambda, is an eigenvalue of A inverse. ഇതാണ് നമ്മളുടെ അടുത്ത തിയറം. If lambda is a non-zero characteristic root of a non-singular matrix capital A, then lambda raised to -1 is a characteristic root of A inverse. ക്യാരക്ടറിസ്റ്റിക് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ. നോൺ സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആയിട്ടുള്ള ഒരു മെട്രിക്സ്. അപ്പോൾ ഈ തിയറം പറയുന്നത് ലാംഡ എന്നുള്ളത് ഒരു നോൺ സീറോ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് ഓഫ് എ നോൺ സിംഗുലർ മെട്രിക്സ് ക്യാപിറ്റൽ എ ആണെങ്കിൽ ലാംഡ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ഇൻവേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ലാംഡ എന്നുള്ളത് എ എന്ന നോൺ സിംഗുലർ മെട്രിക്സിന്റെ ഒരു നോൺ സീറോ ഐഗൺ വാല്യൂ ആണെങ്കിൽ 1 by ലാംഡ എന്നുള്ളത്
എ ഇൻവേഴ്സിന്റെ ഒരു ഐഗൺ വാല്യൂ ആയിരിക്കും. അടുത്തൊരു തിയറം, എ സ്ക്വയർ മെട്രിക്സ് ക്യാപിറ്റൽ എ ഈസ് ഇൻവെർട്ടിബിൾ if and only if lambda equal to 0 is not an eigenvalue of A. അപ്പോൾ എ എന്ന മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് എയുടെ ഐഗൺ വാല്യൂസ് കാണാം. അതിൽ 0 എന്നുള്ളത് എയുടെ ഐഗൺ വാല്യൂ അല്ലെങ്കിൽ നമുക്ക് പറയാം എ ഇൻവേർട്ടിബിൾ ആണ്. ഇനി 0 എന്ന് പറയുന്നത് എയുടെ ഐഗൺ വാല്യൂ ആണെങ്കിൽ എ എന്ന് പറയുന്നത് നോട്ട് ഇൻവേർട്ടിബിൾ ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. ഫൈൻഡ് ദി ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ and the eigenvalues of the matrix A equal to 0, 1, 0, 0, 0, 1, 4, -17, 8. ഈ 3x3 മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ നമുക്ക് കാണണം, ഒപ്പം ഐഗൻ വാല്യൂം കാണണം. അപ്പോൾ എ എന്ന് പറയുന്നത് 3x3 ആയതുകൊണ്ട് തന്നെ ഐ എന്ന് പറയുന്നത് ഒരു 3x3 മെട്രിക്സ് ആയിരിക്കും. അതെന്ന് പറയുന്നത് 1, 0, 0, 0, 1, 0, 0, 0, 1. Therefore, lambda I equal to എല്ലാ എലമെന്റ്സും ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ലാംഡ 0, 0, 0, ലാംഡ 0, 0, 0, ലാംഡ. ഇനി നമുക്ക് ലാംഡ ഐ മൈനസ് എ ഇത് കാണാം. അപ്പോൾ ലാംഡ മൈനസ് 0 ലാംഡ, 0 മൈനസ് 1 മൈനസ് 1, 0 മൈനസ് 0 0, 0 മൈനസ് 0 0, ലാംഡ മൈനസ് 0 ലാംഡ, 0 മൈനസ് 1 മൈനസ് 1, 0 മൈനസ് 4 മൈനസ് 4, 0 മൈനസ് മൈനസ് 17 17, ലാംഡ മൈനസ് 8. ഇനി അടുത്ത് നമുക്ക് കാണേണ്ടത് ഡിറ്റർമിനന്റ് ലാംഡ ഐ മൈനസ് എ ഈക്വൽ ടു ഡിറ്റർമിനന്റ് ലാംഡ മൈനസ് 1, 0, 0, ലാംഡ മൈനസ് 1, minus 4, 17, lambda minus 8. This is equal to, ഞാൻ ഫസ്റ്റ് റോന്റെ കറസ്പോണ്ടിങ് ആയിട്ട് പോവാണ്. നമ്മളുടെ സൈൻ എന്ന് പറയുന്നത് പ്ലസ് മൈനസ് പ്ലസ്, ഇങ്ങനെയാണ് നമ്മുടെ സൈൻ വരിക. അപ്പോൾ ലാംഡ ഇൻറ്റു ഡിറ്റർമിനന്റ്, ലാംഡ വരുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കി വരുന്ന ഡിറ്റർമിനന്റ് lambda minus 1, 17, lambda minus 8, minus of minus 1, 1 വരുന്ന കോളവും റോയും ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കി വരുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0, minus 1, minus 4, lambda minus 8, plus 0 into 0 lambda minus 4, 17. This is equal to lambda into lambda minus 8 minus 17 into minus 1, minus of minus 1 plus 1 into 0 minus minus 4 into minus 1 plus 0 equal to lambda into lambda minus 8 minus 17 into 1 plus out plus 17 lambda plus 1 into 0 0, minus 4 into minus 1 4 എന്ന് വരും, പിന്നെ ഒരു മൈനസും, അപ്പോൾ minus 4. This is equal to lambda cube minus 8 lambda square plus 17 lambda minus 4. ഇതായിരിക്കും നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ.
അപ്പോൾ ഇനി നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വേണം. അപ്പോൾ the characteristic equation is given by lambda I minus a equal to 0, that is lambda cube minus 8 lambda square plus 17 lambda minus 4 equal to 0. ഒരു ക്യൂബിക് ഇക്വേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഒരു ലാംഡയുടെ വാല്യൂ ട്രയൽ ആൻഡ് എററിൽ കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ലാംഡയ്ക്ക് 1 എന്ന് ഇട്ട് കൊടുക്കും. അപ്പോൾ 1 മൈനസ് 8 പ്ലസ് 17 മൈനസ് 4. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 6 എന്ന് വരും. ഇനി ലാംഡ ഈക്വൽ ടു 2 എന്ന് ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് 8 മൈനസ് 32 പ്ലസ് 34 മൈനസ് 4 ഈക്വൽ ടു 6 തന്നെ വരും. ലാംഡ ഈക്വൽ ടു 3 കൊടുക്കുക. അപ്പോൾ 27 മൈനസ് 72 പ്ലസ് 51 മൈനസ് 4 ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പോൾ കുറയാണ്. അപ്പോൾ അടുത്ത വാല്യൂ കൊടുക്കുക. ലാംഡ ഈക്വൽ ടു 4. 64 മൈനസ് 128 പ്ലസ് 68 മൈനസ് 4 ഈക്വൽ ടു 0. അപ്പോൾ ലാംഡ ഈക്വൽ ടു 4 എന്നുള്ളത് ഒരു സൊല്യൂഷൻ ആണ്. അപ്പോൾ നമ്മൾ ലാംഡ ക്യൂബ് മൈനസ് 8 ലാംഡ സ്ക്വയർ പ്ലസ് 17 ലാംഡ മൈനസ് 4നെ നമ്മൾ ലാംഡ മൈനസ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ലാംഡയും ലാംഡ ക്യൂബും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ലാംഡ ക്യൂബ് ഡിവൈഡഡ് ബൈ ലാംഡ. അപ്പോൾ നമുക്ക് ലാംഡ സ്ക്വയർ എന്ന് വരും. അത് നമ്മൾ കോഷ്യൻ്റ് ആയിട്ട് എഴുതാം, ലാംഡ സ്ക്വയർ. അപ്പോൾ ഇനി ലാംഡ സ്ക്വയറിനെ ലാംഡ മൈനസ് 4 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് ലാംഡ ക്യൂബ് മൈനസ് 4 ലാംഡ സ്ക്വയർ എന്ന് വരും. സൈൻ ചേഞ്ച് ചെയ്യുക. ഇതൊന്നും ക്യാൻസൽ ആയി പോവും. ബാക്കി ഇവിടെ മൈനസ് 4 ലാംഡ സ്ക്വയർ പ്ലസ് 17 ലാംഡ മൈനസ് 4 എന്ന് വരും. ഇനി വീണ്ടും ലാംഡേനെ കൊണ്ട് മൈനസ് 4 ലാംഡ സ്ക്വയർ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ മൈനസ് 4 ലാംഡ സ്ക്വയർ ഡിവൈഡഡ് ബൈ ലാംഡ നമുക്ക് മൈനസ് 4 ലാംഡ എന്ന് കിട്ടും. അത് നമ്മളുടെ കോഷ്യൻ്റ് ആയിട്ട് എഴുതാം, മൈനസ് 4 ലാംഡ. ഇനി മൈനസ് 4 ലാംഡ കൊണ്ട് ലാംഡ മൈനസ് 4നെ ഗുണിക്കുക. അപ്പോൾ മൈനസ് 4 ലാംഡ സ്ക്വയർ പ്ലസ് 16 ലാംഡ. സൈൻ ചേഞ്ച് ചെയ്യുക. ഇതൊന്നും ക്യാൻസൽ ആയി പോവും. ബാക്കി ലാംഡ മൈനസ് 4. ഇനി ഈ ലാംഡേനെ ഈ ലാംഡ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ലാംഡ ബൈ ലാംഡ ഈക്വൽ ടു 1. ഈ 1നെ നമ്മൾ കോഷ്യൻ്റ് ആയിട്ട് എഴുതാം. 1നെ ലാംഡ മൈനസ് 4 കൊണ്ട് ഗുണിക്കുക. ലാംഡ മൈനസ് 4. സൈൻ ചേഞ്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് 0 എന്ന് കിട്ടും. അപ്പോൾ therefore ലാംഡ ക്യൂബ് മൈനസ് 8 ലാംഡ സ്ക്വയർ പ്ലസ് 17 ലാംഡ മൈനസ് 4നെ നമുക്ക് ലാംഡ മൈനസ് 4 ഇൻറ്റു ലാംഡ സ്ക്വയർ മൈനസ് 4 ലാംഡ പ്ലസ് 1 ഇങ്ങനെ എഴുതാം. അപ്പോൾ therefore നമ്മളുടെ ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ ഐ മൈനസ് എ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഇംപ്ലൈസ് ലാംഡ മൈനസ് 4 ഇൻറ്റു ലാംഡ സ്ക്വയർ മൈനസ് 4 ലാംഡ പ്ലസ് 1 ഈക്വൽ ടു 0 എന്നാവും. ദിസ് ഇംപ്ലൈസ് ലാംഡ മൈനസ് 4 ഈക്വൽ ടു 0 ഓർ ലാംഡ സ്ക്വയർ മൈനസ് 4 ലാംഡ പ്ലസ് 1 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്യണം. അപ്പോൾ ലാംഡ സ്ക്വയർ മൈനസ് 4 ലാംഡ പ്ലസ് 1 ഈക്വൽ ടു 0. നമ്മൾ മൈനസ് ബി പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a ഉപയോഗിക്കും. അപ്പോൾ ലാംഡ ഈക്വൽ ടു മൈനസ് ബി മൈനസ് ഓഫ് മൈനസ് 4 പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac divided by 2a. This is equal to 4 plus or minus root 12
ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 12നെ 2, 6, 2, 3. അപ്പോൾ നമുക്ക് √12നെ 2√3 എന്ന് എഴുതാം. So this is equal to 4 plus or minus 2√3 by 2. That is lambda equal to 4 plus 2√3 by 2 or 4 minus 2√3 by 2. That is lambda equal to 2 plus √3 or 2 minus √3. പിന്നെ ഇതെല്ലാം കൂടി ക്ലബ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. Therefore the eigen values are ആദ്യത്തെ ലാംഡ ഈക്വൽ ടു 4, അടുത്തത് ലാംഡ ഈക്വൽ ടു 2 plus √3 ആൻഡ് ലാംഡ ഈക്വൽ ടു 2 minus √3. അപ്പോൾ ഈ മൂന്നെണ്ണം ആയിരിക്കും നമ്മളുടെ ഐഗൺ വാല്യൂസ്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.